നല്ലോണം കഴിച്ചോളി. അതന്നെ പായസം കുടിച്ചിട്ട് മത്തായി കിടക്കരുത്. ഇത് മിക്കവാറും ഞാൻ ഇവിടുന്ന് ഇറങ്ങിച്ചു തോന്നില്ല. ഈ ഓണത്തിന് ഞാൻ ആടുകയാണെങ്കിൽ അത് പായസം കുടിച്ചിട്ടേക്കാരട്ടോ, അല്ലാതെ വേറൊന്നും ആവില്ല. അപ്പളേ ഓണം ഉത്രാടം, അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ നേരാണ്. ഓൾ ഫാമിലി ഓണാശംസകൾ. പാവുണ്ട്, ബേബിയുണ്ട്, നമ്മളെ മുത്തോണി ഇവിടെ ഉണ്ട്. അതാ ഇരിക്കാണ്ടകള്. അപ്പൊ ഞങ്ങളിങ്ങനെ ഒരു ചങ്ക് സുഹൃത്തിന്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഗേസ്. നേരെ പോട്ടെ. അപ്പൊ നമ്മളെ ശിബിമോനൊക്കെ വന്നിട്ടുണ്ട് വണ്ടിയായിട്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ പോവാണ്. ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ. പിന്നെ എവിടെ പോ? അപ്പോൾ നമ്മളെ ചങ്കിൻ്റെ വീട്ടിലാട്ടൊന്ന് ഓണം പ്രമാണിച്ച് ഓണത്തിൻ്റെ ഇന്ന് ദിവസം എങ്ങനെ? ഇന്ന് പുരാടം രാത്രിയായി. നാളെ ഉത്രാടല്ലേ? അപ്പം നമ്മൾ ഉത്രാട ദിനത്തിനുള്ള ഓണത്തിൻ്റെ സദ്യ റെഡിയാക്കുന്ന പരിപാടിയിലാണ്. നമ്മളെ ചങ്കിൻ്റെ വീട്ടിലാണ്. നോക്കാം, കത്തി വേണ്ട. നമ്മളെ ചങ്ക ഉണ്ണി ഇതാണ്. ബാക്കി സഹോദരങ്ങൾ ഇതാകുമ്പോൾ ചിച്ചു നമ്മൾ വേറെ ചങ്കാട്ടോ. ആയിരിക്കുന്നത് ഉണ്ണിൻ്റെ ജ്യേഷ്ഠൻ. ഒരാൾ ഇതാണ് വേറെ അവിടെ ഉണ്ട്. അപ്പം നമ്മൾ ചങ്കിൻ്റെ വീട്ടിലാട്ടോ അന്ന് ഓണം പ്രമാണിച്ച് ഉത്രാടത്തിൻ്റെ നാളെ ഉത്രാടത്തിനുള്ള ഓണത്തിൻ്റെ സദ്യ ഒരുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കൊച്ചുമക്കളെല്ലാവരും ഉണ്ട്, ചേച്ചിമാരെല്ലാവരും ഉണ്ട്. നമ്മൾ ചങ്ക് ചിച്ചു പടനായകൻ. ഇത് പച്ചക്കറിൻ്റെ പടനായകനായിക്കോട്ടെ. അപ്പളേ എല്ലാവർക്കും ഹാപ്പി ഓണം. എന്തൊക്കെയാ വേറെ വിശേഷങ്ങളൊക്കെ? ഓണം എല്ലാവരും ഇങ്ങനെ അടിച്ചു പൊളിക്കല്ലേ? ചിക്കോ വേറെ എന്താ ഓണം വിശേഷം? നാളെ ഇവിടെ ഓണാണല്ലേ? എന്താ പരിപാടി? എന്നിട്ട് നമുക്ക് കമോൺ സൗണ്ട് പറയും. പച്ചക്കറി കൊടുക്കണേ. ആരൊക്കെ കൊടുക്കണേ? ചിക്കുനാരും പണി കൊടുത്തില്ല. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ ചങ്ക് സുഹൃത്തിൻ്റെ ഉണ്ണിയുടെ വീട്ടിലാണുള്ളത്. ഇവിടെ ഞങ്ങൾ നടത്തുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ തലേദിവസം, ഉത്രാടത്തിൻ്റെ തലേദിവസം, പൂരാടത്തിൻ്റെ അന്ന് രാത്രി. ഉത്രാടത്തിനാണ് നമ്മളെ ഉണ്ണിൻ്റെ വീട്ടിലെ ഓണാഘോഷം. അപ്പോൾ നമ്മൾ പൂരാടം രാത്രിയിൽ നമ്മൾ ഭക്ഷണം സെറ്റാക്കാനുള്ള പരിപാടിയിലാണ്, ഒരുക്കങ്ങളിലാണ്. ഞങ്ങൾ എല്ലാ ഓണത്തിനും അടിച്ചുപൊളിച്ച് കൂടാറുണ്ട്. പക്ഷേ തലേ ദിവസം ഇതാദ്യമായിട്ടാണ് കേട്ടോ. നമ്മൾ പച്ചക്കറി അരിഞ്ഞ് കൂടി ചേർന്ന് എല്ലാവരും ഓണം ആഘോഷിച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമാണ്, സന്തോഷമാണ്. ഓണം വല്ലാത്തൊരാവേശം, കേരളീയ ഉത്സവമായി നമ്മൾ ആഘോഷിക്കുന്ന ഓണം. പ്ലീസ് എല്ലാവരും നമ്മൾ വീഡിയോ കാണാം. പച്ചക്കറികള് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് സാമ്പാർ, ഇത് കൂട്ടുകറി, മസാലക്കൂട്ട്. പിന്നെ എല്ലാതും ഉണ്ട്. ചേന അരിയുന്നുണ്ട്. കബഡി ഉണ്ട്. മത്തൻ അരിയൽ. ഇതാണ് എൻ്റെ വല്യമ്മ. അവൽക്കുള്ള ഒരു ചേന എത്തണ്ടേ? ഇവിടെ കൊറേ നേരമായിട്ട് പണി തുടങ്ങിയിട്ട് ഇവിടെ തീർന്നിട്ടില്ല. എല്ലാരും കൂടി ചേർന്നോണ്ട് ഇപ്പൊ കഴിയും പരിപാടി. ചോറൊക്കെ തിന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ പച്ചക്കറി ഇവിടെ വെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ഓണത്തിനും ഇവിടെ വന്നിങ്ങനെ ഫുഡ് അടിച്ച് പോകുന്ന പരിപാടിയേ ഉള്ളൂ കേട്ടോ. ആ ഒരു അറിവുള്ളൂ, ആ ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ. അപ്പോൾ ഇക്കുറി നമ്മൾ എന്ത് വിചാരിച്ചു, ചിച്ചൊക്കെ പറയാം നമുക്കിന്ന് പച്ചക്കറി വെട്ടാൻ പോവാം. പക്ഷെ നമ്മളെല്ലാവരും കൂടെ കൂടി വെട്ടുമ്പോൾ എന്തൊക്കെയോ കുളം ഉണ്ടേ? എല്ലാവരും കൂടി വെട്ടുമ്പോൾ ഇല്ലല്ലോ? ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാം സെറ്റാക്കട്ടെ കേട്ടോ.
അപ്പോൾ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഓണത്തലേന്ന് രാത്രി സദ്യക്കുള്ള എല്ലാ വിഭവങ്ങളും നമ്മൾ കൈവച്ചിട്ട് ജോലി ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്ന ഒരു ഓണം ആദ്യമായിട്ടായിരിക്കും ജീവിതത്തിൽ കേട്ടോ. ഈ ഒരു കാലത്തിൻ്റെയൊക്കെ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ചങ്ക് സുഹൃത്തിൻ്റെ ഒപ്പം കൂടിയിട്ട് ഒരു കലാപരിപാടി. അപ്പോൾ പൊന്നുമക്കളൊക്കെ ജോളിയായിട്ട് ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി ഒരുപാട് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് രാത്രി. എല്ലാവരുടെയും സന്തോഷം അത് കാണാൻ വളരെ സന്തോഷമാണ് നമുക്കും. ഒത്തിരി മക്കളെ കൂടി ജോളിയായിട്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് ഒരു ടെൻഷനും ഇല്ല, വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു ഓണം ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ഓൾ ഫാമിലി, ഉണ്ണീസ് ഫാമിലീസ് ഓണം. അപ്പോൾ സംഗതികൾ അതെല്ലാം പച്ചക്കറികളും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, ചീരുള്ളി, പമ്പയർ, കോളിഫ്ലവർ, മത്തൻ. ഇത് സാമ്പാർ കൂട്ടല്ലടാ, ഇത് സാമ്പാർ, ഇതവിയല്, അത് സാമ്പാർ, രണ്ടോ വില, ഇത് പൈനാപ്പിൾ കിച്ചടി, പൈനാപ്പിൾ കിച്ചടിക്കുള്ള സംഭവം അല്ലേ. സാമ്പാർ, ഷിബിൽ മോൻ എന്താ ഇരിക്കുന്നു മഹാൻ. തിണ്ടി നടക്കുകയാണ് കുട്ടികൾ എന്നറിഞ്ഞില്ലേ. അപ്പളേ നോണം ഉത്രാടം. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേരാണ്. ഓൾ ഫാമിലി ഓണാശംസകൾ. പാവുണ്ട്, ബേബിയുണ്ട്, നമ്മളെ മുത്തോണിയോടെ ഉണ്ട്. അതാ ഇരിക്കാണ്ടകൾ നേരെ പോട്ടെ. അപ്പം നമ്മളെ ശിവമോനൊക്കെ വന്നിട്ടുണ്ട് വണ്ടിയായിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ പോവാണ്. അപ്പോൾ ഞങ്ങളിത് അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. പമ്പം പരിപാടി ഉണ്ട് ഇവിടെ നമ്മളെ ചങ്കിൻ്റെ വീട്ടിൽ. അതാണ് നമ്മളെ കൺമണി ഇവിടെ ഉണ്ട്. കൺമണി ഒക്കെ മേലുണ്ടോ ഇങ്ങോട്ട് താഴത്തേക്ക് നമുക്ക് ഒരുമിച്ച് നിൽക്കണേ. ഏതാണ് ഏറ്റവും ഉണ്ടാകുന്ന ഇന്ന് കാണുന്നില്ല. ഇനി സോനോ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത ട്രിപ്പ് നമ്മളപ്പോൾ ഇരിക്കുന്നതായിരിക്കും. ജിക്കോ ചേ ഓനോ നമുക്കൊന്നും ഇരുത്തണം. നമ്മളപ്പോൾ ശരി കുറച്ച് ആഗ്രഹം വിളിച്ചതാണ് ആ വെയില വണ്ടിയിട്ട്. സുമി എന്താ തരണം ഞങ്ങളൊരു രക്ഷയില്ല. സംഭവം വന്നിട്ടുള്ളൂ. സമയം കണ്ടേ അവനെ വെയിറ്റ് ചെയ്യാൻ സമയമല്ല, ക്ഷമല്ല. അപ്പോൾ ഒരു ദിവസം പായസം വീടോ. അപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. എല്ലാം വിളമ്പുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് അടിപൊളി ആഘോഷമായിട്ട് ഞങ്ങളിതാ ഫുഡ് കഴിക്കാണ്. നമ്മളെ ചങ്ക് അതാണ് നമ്മളെ ചങ്ക്. 8 10 ഇരിക്കാം നമുക്ക്. അത് വിശ്വാസം. അപ്പോൾ ഗൈസ് ഈ ഓണസദ്യക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും നമ്മൾ തലേ ദിവസം രാത്രി വീട്ടിൽ ചെന്നിട്ട് സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് പച്ചക്കറികളെല്ലാം വെട്ടി സെറ്റാക്കി അരിഞ്ഞ് കൂടി ജോളിയായിട്ട് സംസാരിച്ച് വളരെ ആഘോഷത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് പിന്നെ നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് വീട്ടിൽ നിന്ന് ചെല്ലുകയാണ് ഫാമിലിയായിട്ട്. അതിൻ്റെയൊക്കെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് സാധാരണ ഓണം കൂടാറ് എന്നും കൂടെ നമുക്ക് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഇപ്രാവശ്യത്തെ ഓണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ആഘോഷിക്കുന്നത് കേട്ടോ. ഇതിന് മുമ്പുള്ള ഓണങ്ങളൊക്കെ നമ്മൾ ആ സദ്യ കഴിക്കാൻ ചെല്ലും, കഴിച്ചിട്ട് പോരും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പ്ലാനൊന്നും മാറ്റി. ചങ്കിനെയും വിളിച്ചുകൊണ്ട് ചിച്ചുവിനെയും കൂട്ടി നേരെ ഞങ്ങൾ ഉണ്ണിയുടെ വീട്ടിലേക്ക് ചെന്ന് എല്ലാം സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. വളരെ സന്തോഷമുള്ളൊരു ഓണമാണ് കേട്ടോ ഗൈസ്. അതൊന്ന് ചോട്ട് കൊടുക്കേ. ആ ചിക്കൻ്റെ കാലും വെച്ചോ. ചിക്കൻ്റെ കാല് ആരെങ്കിലും സദ്യക്ക് വന്നുകാണ്ട് ചിക്കൻ്റെ കാല് വെച്ചു. പത്തോ ആരെങ്കിലും സദ്യക്ക് വന്നുകാണ്ട് ചിക്കൻ്റെ കാല് വെച്ചു. ഓക്ക് ചിക്കൻ്റെ കാലും ആണത്രേ. മര്യാദക്ക് ചോറ് കഴിച്ചു. ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും സദ്യ കഴിച്ച് പെട്ടെന്ന് അങ്ങ് എണീറ്റ് പോയി കേട്ടോ. നമ്മളെ പരിപാടി തുടങ്ങിയിട്ടേ ഉള്ളൂ. സദ്യ കഴിക്കലിൻ്റെ ലാസ്റ്റ് ഘട്ടം എന്താണെന്ന് അറിയാലോ. ആ ഇലയിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സീൻ. പായസം ഒഴിക്കുന്നു, പപ്പടം പൊടിക്കുന്നു, അച്ചാർ കൂട്ടുന്നു, അവിയലടിക്കുന്നു. ആഹാ, ഒരു മത്സരം ഇതാ തുടങ്ങുകയായി. ഈ പായസം കുടിച്ചാൽ ചിലപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങൂല, പടി ഇറങ്ങൂല, ഓപ്പ് മധുരമാണ്. പക്ഷെ ഇതാണ് പായസം അല്ലേ?
ഓൾക്ക് ചെറുതില്. ഇതാണ് പായസം. അണ്ടിപ്പരിപ്പ് ഞാൻ വേറെ കൂടുതൽ. പേപ്പർ കൊടുത്താ ഹലോ കേസ്, അപ്പോളേ ഒരു ചലഞ്ചിലേക്ക് പോവാട്ടോ. ഞാൻ രണ്ട് കയ്യിൽ വാർന്നു, ഇജ്ജു 2 കയ്യിൽ വാർന്നു. ആ ചലഞ്ച് ചിച്ചു 2 കയ്യിൽ വാർന്നു. അല്ല ഇങ്ങോട്ട് ആ ക്യാമറ തിരിച്ചേ, ഗ്ലാസ് തിരിച്ചോ കുറച്ച് സ്ഥലം. ആ മതി 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 മതി. അപ്പോൾ ഗൈസ്, നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. പായസം കൂടി മത്സരം തുടങ്ങിയിട്ടേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൻ്റെ പര്യവസാനം എന്തായിരിക്കും എന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ ഒരു ഓണാഘോഷം ഇതാ ഇവിടെ തുടരുകയാണ്. കേസ് തീരുന്നില്ല കേട്ടോ.